ഹലോ ഫ്രണ്ട്സ്, ഇത് മഞ്ഞളിൻ്റെ ചട്നിയാണ്. മഞ്ഞളിൻ്റെ ചട്നി, അതായത് മഞ്ഞളിൻ്റെ ചമ്മന്തി, പച്ചമഞ്ഞളിൻ്റെ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാനിന്ന് പറയാമേ. ആദ്യം നമ്മൾ പച്ചമഞ്ഞൾ എടുക്കുക, അത് നല്ലതുപോലെ ചിരണ്ടിയിട്ട് അത് നമ്മളിതുപോലെ കഴുകി അതിലെ വെള്ളം തുടച്ച് കളയണം. വെള്ളം തുടച്ച് കളഞ്ഞിട്ട് അത് നമ്മൾ വട്ടത്തിലൊന്ന് അരിയണം. കാര്യം കുറച്ച് വട്ടത്തിലൊന്ന് അരയുമ്പോൾ അത് ഇടിച്ചെടുക്കുമ്പോൾ ഒരു ചതയ്ക്കാൻ പെട്ടെന്ന് പറ്റും. എന്നിട്ട് അത് നമ്മൾ ചതച്ചെടുത്തിട്ട് അതിന് ആവശ്യത്തിന് പച്ചമഞ്ഞൾ നമ്മൾ ചതച്ചെടുത്ത് മാറ്റി വെക്കുക. അതുപോലെ തന്നെ നമ്മൾ കുറച്ചേറെ വെളുത്തുള്ളി നമ്മുടെ ടേസ്റ്റിൻ്റെ അനുസരിച്ച് എടുക്കാം, അല്ലായെങ്കിൽ ഒരു 10-20-25 വെളുത്തുള്ളിയോളം എടുക്കാം. ആ വെളുത്തുള്ളിയും എടുത്ത് അതുപോലെ തന്നെ ചതയ്ക്കണം. വെളുത്തുള്ളിയും ചതച്ച് മാറ്റി വെച്ചിട്ട് ഇഞ്ചി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ഇഞ്ചി ഇഷ്ടമാണെങ്കിൽ അല്പം കുറച്ച് ഇഞ്ചിയും കൂടെ, ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ അതുപോലെ തന്നെ ചതച്ചോ അരിഞ്ഞോ എടുത്തിട്ട് ആദ്യം നമ്മൾ ചീനിച്ചട്ടി വെച്ച് ചീനിച്ചട്ടിയിൽ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് എണ്ണയിലോട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മളിട്ട് അതൊന്ന് വഴറ്റണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയിട്ട് അതിനകത്ത് തന്നെ ഈ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമഞ്ഞൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമഞ്ഞളും കൂടെ നമ്മളിട്ട് നല്ലതുപോലെ ചെറിയ തീയിലിട്ട് വഴറ്റണം. നല്ലതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് എത്ര എരി വേണോ, കുറച്ച് എരിയുടെ ആവശ്യമേ ഇതിന് വരുന്നുള്ളൂ, കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് ചെറിയ സിമ്മിൽ ഇട്ട് ചെറിയ തീയിലിട്ട് നമ്മൾ അടച്ച് വെക്കണം. അടച്ച് വെച്ചൊരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളത് തുറക്കുമ്പോഴത്തേനും അത് പരുവായിട്ടുണ്ട് അതിൻ്റെ. എന്നിട്ട് അതിനകത്തോട്ട് ഇളക്കിയിട്ട് നമ്മൾ അതിനകത്തോട്ട് ഒരു സ്പൂണ് അല്ലെങ്കിൽ 1.5 സ്പൂണ് നമ്മൾ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കണം. വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കിയെടുത്ത് അത് നമ്മൾ നല്ലൊരു ടിന്നിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. കുറേ നാൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇതിൽ നല്ല ടേസ്റ്റാണ്. ഇത് മഞ്ഞളിൻ്റെ ചട്നിയാണെന്ന് നമ്മൾ പറയത്തേ ഇല്ല. അതുപോലെ നല്ല മഞ്ഞളിൻ്റെ ഒരു ചുവയും ഒന്നുമില്ല. ഒത്തിരി നല്ലതാണ്, ശരീരത്തിന് ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ളൊരു ചട്നിയാണിത്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.